Hello, assalamu alaikum. Welcome back to Mustad. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈക്രോഗ്രീനിന്റെ തോരൻ കൊണ്ടാണ് ട്ടോ. ഒരു അടിപൊളി മൈക്രോഗ്രീൻ തോരൻ തന്നെയാണ്. എല്ലാവർക്കും അറിയില്ല ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഒന്ന് കാണാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മൈക്രോഗ്രീൻസ് ആണ് ട്ടോ. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഒരു വലുപ്പത്തിൽ നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത്ര ആവണം എന്നില്ല, ഇതിന് മുമ്പേ നമുക്ക് കട്ട് ചെയ്യാം ട്ടോ. ഞാൻ പിന്നെ കുറച്ച് അധികം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഇത് ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻ ആണ് ട്ടോ. ചെറുപയറിൻ്റെ സ്പ്രോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഞാൻ വൻപയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇത് വലിയ ഇല കാണുന്നതാണ് വൻപയർ. ഇതിപ്പോൾ ഞാൻ ചെറുപയർ വൻപയർ അങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഇത് കണ്ടോ, ആ ഒരു കൊട്ട നിറച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എത്ര അധികം ഉണ്ടെങ്കിലും നമുക്കിത് എണ്ണയിലിട്ട് വാട്ടി കഴിയുമ്പോഴേ ഇതിങ്ങനെ ക്വാണ്ടിറ്റി ഇങ്ങനെ ചുങ്ങിപ്പോവും. നമ്മളെ ചീരയൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ക്വാണ്ടിറ്റി ഇങ്ങനെ കുറയുമല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം ഇത് പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് നല്ലോണം പൊടി ഉണ്ടാവും. അകത്താണെങ്കിലും വാഷ് ചെയ്യണം. നമ്മളിങ്ങനെ പ്ലാന്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് വലിയ ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ടേസ്റ്റ് തന്നെയാണ്. ചിലവർ ഇത്രയും വലുപ്പം ആകാൻ നിൽക്കില്ല, അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ആണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് വരിക. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അധികം എരിവില്ലാതെ ആയിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്കാണ് നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മൈക്രോഗ്രീൻസ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇടാൻ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ചെയ്യണം, കാരണം ഈ ഒരു മൈക്രോഗ്രീൻസിൻ്റെ ലീവ്സും ഇതും കൂടി നല്ലോണം മിക്സായി കിട്ടണം. ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത്. ചെറിയ ചൂടിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിം ആണ് ഇതിനാവശ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ ചതച്ചൊക്കെ എടുക്കും, അതിൻ്റെ ഒന്നും ആവശ്യമല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ അതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മൈക്രോഗ്രീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകാതെ തന്നെ. അപ്പം ഉണ്ടാക്കുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ന്യൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.